മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ചില ജില്ലകളിൽ കൃഷിനാശം വ്യാപകമായിട്ട് ഇല്ല, പക്ഷേ കൃഷിനാശം ചില ജില്ലകളിൽ വന്നിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇന്ന് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിച്ച് അടിയന്തരമായി കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് പെർമിസീവ് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി അവരാഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാം. അതിനു പുറമെ ജില്ലാ കളക്ടർമാർ ആവശ്യാനുസരണം വെള്ളം കൊടുക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരായിരിക്കും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടാവില്ല. ഇതിനൊക്കെ മുമ്പ് അവരായിരുന്നു മുമ്പിൽ നിന്നിരുന്നതും അവർ കുറച്ച് ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുന്നതും അതായിരുന്നു. പക്ഷേ ഈ ഒരു തടസ്സമുള്ളത് കൊണ്ട് വെള്ളം കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതിനുള്ള ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇത് ആക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഈ നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റിൻ്റെ കരുണ എസ്റ്റേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പ്രശ്നം വന്നു. KPC പ്രസിഡന്റ് അത് സംബന്ധിച്ചൊരു കത്ത് തന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച തന്നെ ഞാനൊരു കോൺഫറൻസ് വിളിച്ചിരുന്നു. ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിൻ്റെ ആ ഓർഡർ വരാനിടയായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. റവന്യൂ ലോ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതുപോലെ റവന്യൂവിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വ്യൂസും കൂടെ കേട്ട് ഞങ്ങളത് പരിശോധിച്ച് അന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തി. ആ തീരുമാനത്തിൽ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടൂടെ തരാൻ പറഞ്ഞു. അത് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഈ 1/3/2016 ഓർഡറാണ് ഈ വിവാദമായ. ആ ഓർഡറും ഇത് സംബന്ധിച്ചുള്ള ഒരു ബ്രീഫ് നോട്ടും ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിനകത്ത് വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ടാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇത് 4 വ്യവസ്ഥകളോടുകൂടിയാണ്. അത് ഈ ജിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. However, before taking such a decision, the original documents need be examined in detail to establish the ownership of the land. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. Before taking such a decision, the original documents need be examined in detail to establish the ownership of the land. Then second, and the validity of the transactions made are also need be established. ഇത് പല പ്രാവശ്യം പല ആളുകൾ മാറിയാണ് ഇപ്പോഴത്തെ ഓണറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം ജെനുവിനെസ് അത് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തതാണ്. മൂന്നാമത്തത്, ആൻഡ് എൻകംബ്രൻസ് if any also to be verified before accepting the basic tax. അപ്പം ബേസിക് ടാക്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 3 കണ്ടീഷൻസ് ഉണ്ട്. അത് 3ഉം പാലിക്കണം. നാലാമത്തത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷനാണ് please to accord sanction to the village office of Nelliambadi to accept the land tax for an extent of 833 acres possessed by the estate
സബ്ജക്റ്റ് ടു ദ റിസൾട്ട് ഓഫ് ദ റിട്ട് പെറ്റീഷൻ. അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാലും ഈ റിട്ട് പെറ്റീഷൻ്റെ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ ഏതെങ്കിലും വിധത്തിലൊരു ഓർഡർ കൊടുക്കുകയോ കാര്യങ്ങളോ ആയിരുന്നില്ല. ഇതിന് വ്യക്തമായ വ്യവസ്ഥകളോടുകൂടിയാണ്. ഞാനതിൻ്റെ ഫയൽ പരിശോധിച്ചു. റവന്യൂ സെക്രട്ടറിയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കണ്ടതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ ഇറക്കിയത്. അത് സംബന്ധിച്ചുള്ളൊരു ബ്രീഫ് നോട്ടും ഇതോടൊപ്പം തന്നെ തരും. ഇതൊക്കെ ആണെങ്കിലും പിന്നെ ഇങ്ങനെയൊരു തർക്ക വിഷയമായി വന്ന സ്ഥിതിക്ക് ഈ ഓർഡറിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. കോടതിയുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമേ കരം സ്വീകരിക്കത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ജിയോയിലുള്ള 4ാമത്തെ കണ്ടീഷനും കഴിഞ്ഞാലേ കരം മേടിക്കത്തുള്ളൂ. മറ്റേ നേരത്തെയുള്ള ഓർഡറിൽ ഇതാണ് വ്യത്യാസം. 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ കരം സ്വീകരിക്കും. 4ാമത്തത് അവർ വാങ്ങിക്കോണം. വാങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം റിവേഴ്സ് ചെയ്യും. ഇതായിരുന്നു ആദ്യത്തെ ഓർഡർ. അതിപ്പം മാറ്റി കോടതിയുടെ അന്തിമമായ തീരുമാനം കൂടെ വന്നാൽ, അപ്പോൾ അതും ഈ ജിയോയ്ക്കകത്തുള്ളതാണ്. പക്ഷെ ആ ജിയോയ്ക്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ കോടതിയുടെ വിധിയുടെ സംഘടന. അതിപ്പം കോടതി വിധിയുടെ കഴിഞ്ഞ് മതി. അപ്പം പിന്നെ യാതൊരുവിധ സംശയങ്ങൾക്കും ഇതുണ്ടാവില്ല. അപ്പം ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കകത്തും വന്ന ഒരു നിർദ്ദേശം പൂർണ്ണമായും ഇത് ആകണമെന്നുണ്ടെങ്കിൽ ഈ കോടതിയുടെ തീരുമാനം കൂടെ വന്നതിന് ശേഷമായിരിക്കും ആകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇങ്ങനൊരു തീരുമാനം ഇപ്പം എടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ ലോട്ടറി സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയൊരു ഇതുണ്ടായിരുന്നു. സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ ലോട്ടറി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തെ വളർച്ച നിങ്ങൾ മനസ്സിലാക്കണം. 10-11 അതായത് ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു വർഷത്തെ ടിക്കറ്റ് വിൽപ്പന 557.6 കോടിയായിരുന്നു. 557.6 കോടിയായിരുന്നു. ഈ സാമ്പത്തിക വർഷം ഫെബ്രുവരി 29 വരെ 5696, 10 ഇരട്ടിയിലധികമാണ്. ഈ വർഷത്തെ നമ്മുടെ ടാർഗറ്റ് 6250. 5 വർഷം കൊണ്ടുണ്ടായ വർധനവ് നിങ്ങൾ കാണണം. ഇതിൽ നിന്നാണ് 1200 കോടി രൂപ കാരുണ്യക്ക് കൊടുക്കാൻ പോകുന്നത്, കൊടുത്തിരിക്കുന്നത് 1200 കോടി. ഇനി സ്ത്രീശക്തി ലോട്ടറി വരിക. അപ്പം നമുക്ക് ഈ ലോട്ടറി മുഴുവൻ അടിച്ചുകൊണ്ടിരുന്നത് KPBS-ഉം CRTO-ആണ്. രണ്ടും ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ്. ഈ രണ്ടിടത്തു നിന്നും ഡിലേ വന്നു. ഡിലേ ഒരു ദിവസം വന്നാൽ അത് നമുക്ക് ഒരു ദിവസത്തേക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഇതിൻ്റെ ഡ്രോ ആ ദിവസം നടന്നേ പറ്റൂ. ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അത്രയും നമ്മുടെ സെയിൽസിനെ ബാധിക്കും. നമ്മുടെ ഏജൻസിൻ്റെ വരുമാനം കുറയും. ഏജൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത ചെറുകിടക്കാരാണ് ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. വൻകിടക്കാരുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിതം കഴിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ദിവസം താമസിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ലോസ് അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ 60 ലക്ഷം ഒരു ദിവസം അടിച്ചുകൊണ്ടിരുന്നത് 90 ലക്ഷമാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം തന്നെ 60 ലക്ഷം കിട്ടാൻ താമസം വന്നപ്പോൾ നമ്മൾ മറ്റു മാർഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പം സിഡ്കോയ്ക്ക് 26% പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ജോയിൻറ്റ് സെക്ടർ പ്രൈവറ്റും കൂടെ കൂടിയിട്ടുള്ള സ്ഥലത്തിൽ നിന്നുള്ള പ്രപ്പോസൽ വന്നു. പ്രപ്പോസൽ
ടാക്സസ് സെക്രട്ടറി പലവട്ടം ചർച്ച ചെയ്ത ശേഷം ഇൻ പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു കമ്മിറ്റിയെ വെച്ചു, 3 അംഗ കമ്മിറ്റി, എക്സ്പേർട്ട് കമ്മിറ്റി. കാരണം ലോട്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ കറൻസി കഴിഞ്ഞാൽ പിന്നത്തെ സെക്യൂരിറ്റി ആവശ്യമുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുമോ, അത് പ്രോംപ്റ്റ് ആകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഒരു കമ്മിറ്റി വെച്ചതല്ലാതെ 1 രൂപയുടെ ടിക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടില്ല, ഓർഡർ ആയിട്ടില്ല, കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നിപ്പം അവർ 2 പേരും ഞങ്ങൾ ഇതിൻ്റെ ആവശ്യമനുസരിച്ചുള്ള ലോട്ടറി അടിച്ചു തരാം എന്ന് വ്യക്തമായിട്ട് ഉറപ്പ് തന്നു. അവർ പറഞ്ഞു ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. KPBS ഈ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുക, അവരാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 300 ഈ ഒരാഴ്ചയിൽ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന ലോട്ടറി 3.9 കോടിയാണ്. അത് 3.15 കോടിയും KPBS ആണ്. സിയാപ്റ്റാണ് 75 ലക്ഷം അടിക്കുന്നത് ഓരോ മാസവും. അതെ അതെ ഓരോ ആഴ്ചയിലും. അപ്പം ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവർ പ്രോംപ്റ്റ് ആകാം, KPBS പ്രോംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പം ഇങ്ങനെയൊരു തീരുമാനം വന്നത് നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പിന്നെ ലോട്ടറി വികസിക്കുന്നു, കൂടുതൽ ടിക്കറ്റ് വേണം, ഞങ്ങൾ വളർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രോംപ്റ്റായി. ഇനിയിപ്പം ഞങ്ങൾ ഏത് ഓർഡറും തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് ആഴ്ചയിൽ 40 ലക്ഷം കൂടി അടിക്കാൻ തീരുമാനിച്ചു. ഇതിന് 390 പുറമെ അത് മുഴുവൻ KPBSനെ ഏൽപ്പിച്ചു. കാരണം KPBS ആണ് ഇന്ന് പ്രോംപ്റ്റായിട്ട് ചെയ്യുന്നത്. സിയാപ്റ്റിനോട് അവരുടെ 75 ലക്ഷം ഇന്നും ചില ഡിലേ ഒക്കെ വരുന്നുണ്ട്. അതങ്ങനെ വരാൻ പാടില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. അവർ ടൈമിൽ തരണം. അവർ ടൈമിൽ കൊടുത്തു തുടങ്ങിയാൽ അവർക്കും എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. അത് വരത്തില്ല, ഒരിക്കലും വരത്തില്ല. KPBSൻ്റെ എഫിഷ്യൻസിയിൽ എനിക്കും സംതൃപ്തിയുണ്ട്. ഞാൻ പിന്നെ 2 മാസം മുമ്പ് അവിടെ പോയിരുന്നു, അവരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. ഇതാക്കി ഏതാ അല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അന്നും പറഞ്ഞിരുന്ന ഇവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് ഇവരോട് ഇന്നും പറഞ്ഞു, പൊതുമേഖലയ്ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, കുഴപ്പമില്ല. പക്ഷേ അവർക്ക് വേണ്ടി ആരും കാത്തു നിൽക്കത്തില്ല. നമ്മുടെ ലോട്ടറിയുടെ ലക്ഷ്യം 10,000 കോടി ടേൺ ഓവർ ഒരു വർഷം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ എഫിഷ്യൻസി എല്ലാവരുടെയും കൂട്ടണം. എല്ലാവരുടെയും എഫിഷ്യൻസി കൂട്ടിയേ പറ്റൂ. അപ്പം ഇവർ തയ്യാറാകുന്നിടത്തോളം കാലം ഇവർക്ക് തന്നെയായിരിക്കും. അതിന് അവർ സജ്ജമാകണം. ഇപ്പോൾ 40 ലക്ഷം വന്നു, KPBS എടുക്കാമെന്ന് പറഞ്ഞു. അവരിപ്പം ഈ 3.15 കോടി അവർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബാക്കി 40 കൊടുക്കാൻ അവർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു. അത് അവരെ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കുകയാണ്. അല്ല, ഇത് ആർക്കും കൊടുത്തില്ലല്ലോ. പക്ഷെ അവർക്ക് വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്നു, നിങ്ങൾ പ്രോംപ്റ്റ് ആകണം, ഇതാകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് പിന്നെ കൊടുക്കുന്ന സമയത്താണല്ലോ അവരോട് ചോദിക്കേണ്ടത്. ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. പക്ഷേ ആ ഒരുക്കങ്ങൾ ഇവരെയും കുറച്ചൊന്ന് ഉണർത്തി അവർ 2 കൂട്ടരും നേരെ പോകുമെന്നാണ് വിചാരം. ഈ ടാർഗറ്റ് ഈ വർഷം ഇട്ട ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. അത് 6250 കോടിയാണ് ഈ വർഷത്തെ ഇത്. അതിലിപ്പം 5696 ആയി. ഫെബ്രുവരി 29-ന് 5696. റിപ്പോർട്ടിൽ ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റിന് വലിയ
മെച്ചമൊന്നുമില്ല എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നുണ്ട്, പിന്നെ ലോട്ടറി ഗവൺമെൻറ്റിൻ്റെ വരുമാനമല്ല ലക്ഷ്യം. ഒന്ന്, വേറൊരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത 10,000-കണക്കിന് ആളുകളുണ്ട്, വികലാംഗരുണ്ട്, രോഗികളുണ്ട്, വിധവകളുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. വേറെ ഒരു ജോലിക്കും പോകാനുള്ള ആരോഗ്യമില്ല. അപ്പം ഇവരാണ് ലോട്ടറിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ, നമ്പർ 1. നമ്പർ 2, അത് ഇന്നതിൻ്റെ കാരുണ്യ പ്രവൃത്തികളാണ്. അതാണ് അത് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. ഇപ്പം സ്ത്രീശക്തി ലോട്ടറി വരാൻ പോവുക. വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള 8 പദ്ധതികളാണ് അതിനകത്ത് പെടുത്തിയിരിക്കുന്നത്. വിവാഹ ധനസഹായം ഉൾപ്പെടെ 8 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സ്ത്രീകളുടെ പരിപാടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് വെച്ചുകൊണ്ടിരുന്ന. അപ്പം ലോട്ടറിയുടെ ഈ സാമൂഹ്യ വശമാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ കാര്യത്തിൽ മുൻ ധനകാര്യമന്ത്രി കെ.എം. മാണി സാറ് വലിയൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ട്രാൻസാക്ഷന്റെ വാലിഡിറ്റി പരിശോധിക്കണം, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടോ നോക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളിൽ സർക്കാരിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് കരം സ്വീകരിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ഇവരിതെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം അത് വായിക്കണം. നിങ്ങൾ ആ ജിയോ എടുത്ത് നോക്കണം. ഞാൻ വായിച്ചില്ലേ. കാരണം അല്ലാതെ ഇതിനെക്കുറിച്ച് സംശയമില്ല. ഇവരുടെ ഗവൺമെൻറ്റിന് സംശയം തീർത്ത് അത് പ്രൂവ് ചെയ്താലേ ടാക്സ് പിന്നെ ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു. റദ്ദാക്കിയത് ഇവർക്ക് ഉടമസ്ഥാവകാശമില്ല എന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് റവന്യൂ മന്ത്രി തന്നെ പോക്കുവരവ് റദ്ദാക്കുകയും റദ്ദാക്കിയ കാര്യം നിയമസഭയെ അറിയിക്കുകയും ചെയ്തത്. അതിനർത്ഥം ഇവർക്ക് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ല എന്നാണ്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയുടെ പിന്നെ തീരുമാനപ്രകാരം ഇതിന് പിന്നെ അവിടെ സർവേ നടത്തി. സർവേയുടെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്താണ് ഇത് പറയുന്നത്. അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇവർക്ക് ഇവരുടെ കൈവശമാണ്. ഇത് അല്ലല്ല, കൈവശമാണ്. ഇതിനകത്ത് ഗവൺമെൻറ് ലാൻഡ് ഇല്ല. പിന്നെ എക്സസ് Land Board has also reported that the Director Survey has informed that no government land or vested forest land is included in the 840 acres. 15 acres is vested forest which is outside the 840 acres possessed by the Forbes estate. 15 ഏക്കർ ഇവരുടെ നടുക്ക് കിടപ്പുണ്ട്. അത് തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഇവരുടെ 840-നകത്ത് പിന്നെ ഫോറസ്റ്റ് ഇല്ല, ഗവൺമെന്റ് ലാൻഡ് ഇല്ല എന്നിരിക്കും. നോ, അല്ല, ഇതിനകത്ത് ഗവൺമെന്റ് ഓർഡർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതല്ല, ഈ റിപ്പോർട്ടും പ്രകാരം 833 ഏക്കറിലെ കരം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചു. അതേ തുടർന്നാണ് നിയമവകുപ്പിന്റെ ഉപദേശം കൂടെ സ്വീകരിച്ചുകൊണ്ട് ഇവർ ഈ തീരുമാനം എടുത്തത്. ഹൈക്കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഇത് സർക്കാർ ഭൂമിയാണ്. 2 ഫെബ്രുവരി 26 ഹൈക്കോടതി പറയുന്നു നിലവിലെ സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്യണം, ഒരു നടപടിയും പാടില്ല എന്ന് പറയുന്നു. മാർച്ച് 1 ഉത്തരവാദിത്വം. നിങ്ങൾ ഇത് ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം. ജഡ്ജ്മെന്റ് ഇപ്പൊ എൻ്റെ കയ്യിലില്ല. ഉണ്ടോ നിങ്ങൾ വായിക്കേ. ഒരു നടപടിയും പാടില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ പെറ്റീഷണർക്കെതിരായി യാതൊരു നടപടി എടുക്കാൻ പാടില്ല. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഈ പെറ്റീഷണറിനെതിരായിട്ട് യാതൊരുവിധ നടപടിയും എടുക്കാൻ പാടില്ല എന്നാണുള്ളത്. അല്ലാതെ ഇതല്ല. എന്നോട് ഇതേ ചോദ്യം ചോദിച്ചോ.
ഇത് പിന്നെ ഫോർബ്സ് എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ബഹുമാന ഹൈക്കോടതി 26/2/15 സർക്കാർ സർവേ നടത്തുന്നത് കൊണ്ട് ഹർജിക്കാരന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും സർവേ തുടർന്ന് ഹർജിക്കാരനെതിരായ നടപടികൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ കൈക്കൊള്ളാൻ പാടുള്ളൂവെന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. വന്നിട്ടുള്ള ഞാൻ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. റവന്യൂ വകുപ്പിൻ്റെയും പിന്നെ നിയമവകുപ്പിൻ്റെയും ഉപദേശം അനുസരിച്ചാണ് ഈ നടപടി വന്നിരിക്കുന്നത്. അവരുടെ എല്ലാ വിശദീകരണവും കേട്ടു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനൊരു വിവാദം വന്ന സ്ഥിതിക്ക് നോക്കിക്കോട്ടെ, 4 കണ്ടീഷൻ വെച്ചിരുന്നു. 3 കണ്ടീഷൻ നേരത്തെ, 1 കണ്ടീഷൻ ഇത് കഴിഞ്ഞുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഈ റവന്യൂവിൻ്റെ സ്പെഷ്യൽ GP-യുമായിട്ടും സംസാരിച്ചു. അപ്പം അവരുടെ അഭിപ്രായത്തിൽ ഈ കോടതിയുടെ തീരുമാനം കൂടെ വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ സാഹചര്യം അതും ഉണ്ട്. എല്ലാ കാര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇത് ഇങ്ങനെ തീരുമാനിച്ചത്. ഒരു ഗവൺമെന്റിന് നിയമപരമായി പ്രവർത്തിക്കാനാവൂ. അത് ഇതിനകത്ത് നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതുവരെ നടന്ന പ്രചരണം എന്താ? ഇത് കരമെടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. കരമെടുക്കാനാണോ ഇതിനകത്ത് തീരുമാനിച്ചിരിക്കുന്നത്? കേട്ടെ, കരമെടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? മൂന്ന് അത് നിയമപരമായിട്ട് ചെയ്യാൻ ബാധ്യതയുണ്ടെങ്കിൽ കേട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. കരുണ എസ്റ്റേറ്റ് വിവാദ വിഷയത്തിൽ ഉത്തരവ് പിൻവലിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമപരമായ വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത്. എന്നാൽ കരം പിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക് എത്താം, ഒരിടവേള.